സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC അടുത്തായിട്ട് നടത്തിയ ഫീൽഡ് വർക്കർ എന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത LDC LGS എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഒരു എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്തു പോകുക. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയിയുടെ വാക്കുകളാണിത്. രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ. സുരേന്ദ്രനാഥ ബാനർജി, ഇന്ത്യൻ അസോസിയേഷൻ. താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പ്രാർത്ഥനാ സമാജം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആത്മാറാം പാണ്ഡുരംഗ് ആണ്. ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം. നാവിക കലാപം നടന്നത് എവിടെയാണ്? നാവിക കലാപം നടന്നത് ബോംബെയിലാണ്. ബോംബെ. നാവിക കലാപം നടന്നത് എവിടെയാണ്? ബോംബെ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? അമേരിക്കയാണ്. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി. ആമുഖത്തിൽ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. അടുത്ത ചോദ്യം: ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേല, അടിമത്തം എന്നിവ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ബാലവേല, അടിമത്തം എന്നിവ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A ആണ്. ഭാഗം 4A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം: ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്.
1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പനാണ്. കെ കേളപ്പൻ. അടുത്ത ചോദ്യം ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. മാറുമറയ്ക്കുവാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. രണ്ടാമത്തേത് 1859 മാറുമറയ്ക്കുവാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1 മാറുമറയ്ക്കുവാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. ശരിയാണ്. 1859 മാറുമറയ്ക്കുവാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? ഉത്രം തിരുനാൾ മഹാരാജാവ്. ഉത്രം തിരുനാൾ മഹാരാജാവ്. അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ബായി ആണ്. ഗൗരി പാർവതി ബായി. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര്? ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ഷു ഫെയ്ഹോങ് ആണ്. ഷു ഫെയ്ഹോങ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. KV മനോജ് കുമാർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേരാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ചേരാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു കാശ്മീർ, പഞ്ചാബ്, ഹൈദരാബാദ്, ജുനഗഡ് എന്നിവ. പഞ്ചാബാണ് കൂട്ടത്തിൽ ചേരാത്തത്. വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ് എന്നിവ. അടുത്ത ചോദ്യം ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, ഒരു നാട്ടുരാജാവ്, നെഹ്റു മന്ത്രിസഭയിൽ ഒരു മന്ത്രി, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലു ആണ്. പോറ്റി ശ്രീരാമലു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നു ഭിലായ് USA, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഇതിൽ ചേരാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ചേരാത്തത്. ഭിലായ് റഷ്യയാണ്. ഭിലായ് റഷ്യ. ഭിലായ് റഷ്യ, ബൊക്കാറോ റഷ്യ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അടുത്ത ചോദ്യം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് തഷ്കന്റ് കരാർ? തഷ്കന്റ് കരാർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഉടമ്പടിയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം.
1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് തഷ്കന്റ് കരാർ. അടുത്തത്, കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കോഴിക്കോടാണ്. ഈ അടുത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കോഴിക്കോട്. പുതിയ ലോകസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? പുതിയ ലോകസഭയുടെ സ്പീക്കർ ഓം പ്രകാശ് ബിർളയാണ്. ഓം പ്രകാശ് ബിർള. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ദേശീയ ജലപാതയുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നു. കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ ശരിയാണ്. 1, 2 ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു. മലനാടിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ ശരിയാണ്. സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് മലനാട്ടിലുള്ളത്. ശരിയാണ്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു. 680 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിന്റെ തീരപ്രദേശം എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. 580 കിലോമീറ്റർ. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. ശരിയാണ്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരപ്രദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2 ശരിയാണ്, 3 ശരിയാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന എത്ര നദികളാണുള്ളത്? 41 നദികളാണുള്ളത്. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. കിഴക്കോട്ട് ഒഴുകുന്ന എത്ര നദികളാണുള്ളത്? 3 നദികളാണുള്ളത്. കബനി, ഭവാനി, പാമ്പാർ. ഇനി കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? തെറ്റ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്. പമ്പ നദിയിലാണ് പള്ളിവാസ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പമ്പ നദിയിലല്ല. ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. മുതിരപ്പുഴ.
കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, ശരിയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്, ശരിയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 ശരിയാണ്, 2 ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കാണ്, ശരിയാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ ഏത് താലൂക്കിലാണ്? ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്, തെറ്റാണ്. ഇരവികുളം നാഷണൽ പാർക്കില് വരയാടാണ്, വരയാട്. സിംഹവാലൻ കുരങ്ങൾ എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇപ്പോഴും പാലക്കാട് ജില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, ഇടുക്കി ജില്ല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ്. മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത്. താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്, ശരിയാണ്. മാനുവൽ ഫെഡറിക് ഒളിമ്പിക് മെഡൽ നേടിയത് ഹോക്കിയിലാണ്, ശരിയാണ്. മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത് എന്ന് പറഞ്ഞിരിക്കുന്നു, തെറ്റാണ്. മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സിൽ നേടിയത് വെങ്കലമാണ്, വെങ്കലം. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏതാണ്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മയിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു, ശരിയാണ്. കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ, ശരിയാണ്. കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ ശരിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് തന്നിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ, ആരവല്ലി. ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, ആരവല്ലി. അടുത്ത ചോദ്യം, സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സിവാലിക് മലനിരകളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത്. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു. സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവ ശരിയാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതാണ് സിവാലിക് മലനിരകൾ. ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നു എന്നിവ ശരിയാണ്. ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നു സിവാലിക് മലനിരകൾ. അടുത്ത ചോദ്യം,
ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവയാണ്. ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. എവിടെ മുതൽ എവിടെ വരെ? കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നർമ്മദ ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടക് ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3 എന്നിവ ശരിയാണ്. 2, 3 പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടക് ആണ്. ശരിയാണ്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ അമർകണ്ടകിലാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ്. ഗോദാവരി നദിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. അടുത്ത ചോദ്യം, ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ആനമുടിയുമായിട്ട് ബന്ധപ്പെട്ട്. ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞത് തെറ്റ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. ശരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആനമുടിയാണ്. ശരിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ PR ശ്രീജേഷിൻ്റെതാണ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ ആരുടെ ആത്മകഥയാണ്? PR ശ്രീജേഷ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷയാണ്. PT ഉഷ. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലം ചെനാബ് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മിയാണ്ടർ ഈ ഭൂരൂപത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏത്? മിയാണ്ടർ നദിയാണ്. നദി. താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? ഭൗതിക മാറ്റം. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, ഭക്ഷണം ദഹിക്കുന്നു, മെഴുക് ഉരുകുന്നു എന്നിവയാണ് തന്നിരിക്കുന്നത്. ഭൗതിക മാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു, മെഴുക് ഉരുകുന്നു.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്ന വായ്പാ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ, ഗവൺമെന്റിന്റെ ബാഗ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്, നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ എന്നത്. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഏത്? 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആദിത്യ L1 ആണ്. ആദിത്യ L1. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത്? ബുക്കർ പുരസ്കാരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അയർലൻഡ്, UK. അയർലൻഡ്, UK എന്നീ രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് ബുക്കർ പുരസ്കാരം നൽകുന്നത്. രാജാറാം മോഹൻ റോയിയെ കുറിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, സതിയെ എതിർത്തു, ആര്യ സമാജ സ്ഥാപകൻ, ആധുനിക വിദ്യാഭ്യാസം നേടി. രാജാറാം മോഹൻ റോയിയെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആര്യ സമാജ സ്ഥാപകൻ. ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ സ്ഥാപകൻ. ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. സതിയെ എതിർത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ആധുനിക വിദ്യാഭ്യാസം നേടി എന്ന് പറഞ്ഞിരിക്കുന്നു ശരിയാണ്. അടുത്തത് SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം. SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. വില്യം ഹാർവേ താഴെ പറയുന്നവരിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം ഹാർവേ രക്തചംക്രമണം, പരിണാമ സിദ്ധാന്തം, ജനിതക ശാസ്ത്രം, ജീവികളുടെ വർഗീകരണം. വില്യം ഹാർവേ രക്തചംക്രമണമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, രക്തചംക്രമണം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്? BR അംബേദ്കർ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം? മനുഷ്യ ശരീരത്തിലെ അരിപ്പ വൃക്ക. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ദന്തക്ഷയം ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? വിറ്റാമിൻ ഡി. കണയാണ്. കണ. സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ്. ജ്യോതിക സങ്കരയിനം പയർവിത്തിന് ഉദാഹരണമാണ്. കിരൺ സങ്കരയിനം വെണ്ടയാണ്. മുക്തി സങ്കരയിനം വഴുതനയാണ്. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 എന്നിവ. 2, 3 ശരിയാണ്. ജ്യോതിക എന്താണ്? സങ്കരയിനം പയർ വിത്താണ്. കിരൺ സങ്കരയിനം വെണ്ടയാണ്. ഉജ്ജ്വല എന്താണ്? ഉജ്ജ്വല മുളകാണ്. ഉജ്ജ്വല മുളക്. മുക്തിയോ? മുക്തി തക്കാളിയാണ്. മുക്തി തക്കാളി. അടുത്ത ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14 ആണ്. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ. താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ദ്രാവകത്തിന്റെ സങ്കോചിക്കുവാനുള്ള കഴിവ്, ദ്രാവകത്തിന്റെ വികസിക്കുവാനുള്ള കഴിവ്, ദ്രാവകത്തിന്റെ വൈദ്യുതി കടത്തിവിടുവാനുള്ള കഴിവ്, ദ്രാവകത്തിന്റെ ബാഷ്പീകരിക്കുവാനുള്ള കഴിവ്. ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? തെർമോമീറ്റർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉമാണ്. ഓപ്ഷൻ സി 1, 2. ദ്രാവകത്തിന്റെ സങ്കോചിക്കുവാനുള്ള കഴിവ്, ദ്രാവകത്തിന്റെ വികസിക്കുവാനുള്ള കഴിവ്. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം?
പ്രകാശ പ്രകീർണനം. മഴവില്ലാണ്, മഴവില്ല്. താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം. ദോലനം. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. പമ്പരം കറങ്ങുന്നത്, ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനം. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിന്റെ ചലനമാണ്. ഊഞ്ഞാലിന്റെ ചലനം. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം സൗരോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. സോളാർ സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? സൗരോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണെന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റ്. ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്, ശരിയാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്, ശരിയാണ്. റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും ശരിയാണ്. അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഓപ്ഷൻ എ ആണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനുമാണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനും. ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ലാഗ്രാഞ്ച് പോയിന്റ് 1 ആണ്. ലഗ്രാഞ്ചിയൻ പോയിന്റ് 1. ലഗ്രാഞ്ചിയൻ പോയിന്റ് 1. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം. ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി. അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ. മലമ്പനിയാണ്. മലമ്പനി. ക്ഷയരോഗത്തിന്റെ രോഗകാരി. ക്ഷയരോഗത്തിന്റെ രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. അതിറോസ്ക്ലെറോസിസ്, പ്രമേഹം, ഹീമോഫീലിയ, ഹൃദയാഘാതം. ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനം നവംബർ 14 നവംബർ 14. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. തന്നിരിക്കുന്നത് എംഫിസിമ, ത്രോംബോസിസ്, അതിറോസ്ക്ലെറോസിസ്, ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലം. ഓപ്ഷൻ ഡി ആണ് 1, 4. എംഫിസിമ, ബ്രോങ്കൈറ്റിസ്. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം മാംസ്യം. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? നിശാന്തത. വിറ്റാമിൻ എയുടെ അപര്യാപ്തതയാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതി വയോ അമൃതമാണ്. പദ്ധതിയുടെ പേര് വയോ അമൃതം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള പദ്ധതിയാണ് വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി സ്നേഹപൂർവം. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കുങ്കുമപ്പൂ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ്
ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? ഓപ്ഷൻ ബി ആണ് 1, 3. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? 2023 നെതർലാൻഡ്. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 32. 82 ഓപ്ഷൻ എ. 83 ഓപ്ഷൻ സി. 84 ഓപ്ഷൻ ബി. 85 ഓപ്ഷൻ ഡി. 86 ഓപ്ഷൻ സി. 87 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 88 ഓപ്ഷൻ സി. 89 ഓപ്ഷൻ എ. 90ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 91 അനോഫിലസ്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ്. കൊതുക് ജീവിതചക്രം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 2 ആഴ്ച. കൊതുകിൻ്റെ ജീവിതചക്രം ഓപ്ഷൻ എ ആണ്. മുട്ട, ലാർവ, പ്യൂപ്പ, കൊതുക്. കൊതുകിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 ശരിയാണ്. ജൈവിക നിയന്ത്രണം, ഫോഗിംഗ്, സിന്തറ്റിക് കീടനാശിനികൾ ഉപയോഗിക്കുക, പ്രജനന സ്ഥലങ്ങൾ നശിപ്പിക്കുക. ദേശീയ ഡെങ്കി ദിനം എന്നാണ്? ദേശീയ ഡെങ്കി ദിനം മെയ് 16. ഈച്ചകൾ പരത്തുന്ന രോഗം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2 ശരി. കോളറ, അമീബിയാസിസ്. മണലീച്ച പരത്തുന്ന രോഗം? കാലാസർ. സ്ക്രൈബ് ടൈഫസ്, ചെള്ളുപനി പരത്തുന്നത് ആര്? ചിഗർ മൈറ്റ്. ഖരമാലിന്യ സംസ്കരണത്തിൽ പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗം? കമ്പോസ്റ്റിംഗ്. അവസാനത്തെ ചോദ്യം, ആഴമില്ലാത്ത ട്രെഞ്ച് ലാട്രിൻ എവിടെയാണ് അനുയോജ്യമാകുന്നത്? താൽക്കാലിക ക്യാമ്പുകൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.